സാധുജനാധാര സർവഭാമ സാധുജനാധാര സർവഭാമ ഏറെ മോന്തിയായിട്ടുള്ളൊരു മധുരമിടാച്ചായയിൽ കാലം മേലെ കാല് കേറ്റി സോഫയിൽ ഇരുന്നു നീ കാടിടയും ജഡ നടുവിലൊരമ്പിളി തുങ്കതരംഗാവൃത ഗംഗ ചീറ്റും പാമ്പുകൾ ചുടലചാരവും കത്തും കണ്ണുകൾ മൂന്നെണ്ണം ഹര ഹര ശങ്കര ശിവ ശിവ ശങ്കര ഹര 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 ഭഗവാനേ ഹര ഹര ശങ്കര ശിവ ശിവ ശങ്കര ഹര 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 ഭഗവാനേ ഹര ഹര ശങ്കര ശിവ ശിവ ശങ്കര ഹര 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 ഭഗവാനേ ഹര 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 ഭഗവാനേ. മീഡിയപീഡിയയില് ഇന്ന് നമ്മുടെ കൂടെയുള്ളത് ഒന്നല്ല 2 പേരാണ്. സംഗീത ലോകത്തേക്ക് നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോവാണ്. 2 പേരും സംഗീതജ്ഞരാണ്. സംഗീതത്തിന്റെ ലോകത്ത് പല പല കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളാണ്. ദമ്പതി സോപാനം എന്ന് പറയുന്ന ഒരു ഏരിയയിൽ കുറച്ച് ഫേമസ് ആയിട്ടുള്ള ആൾക്കാർ കൂടിയാണ് കേട്ടോ. അപ്പൊ നമുക്ക് ഇന്ന് പരിചയപ്പെടാം. ജഗദീഷ് ജി നമ്പ്യാർ, ശ്രീലക്ഷ്മി കല്ലാറ്റ്. 2 പേരും പാട്ടുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് കുറെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഒപ്പം തന്നെ അധ്യാപകനാണ്. അപ്പൊ നമുക്ക് കുറെ വിശേഷങ്ങൾ പറയാനുണ്ട്. ഞാൻ ചോദിക്കട്ടെ, 2 പേരും പഠിച്ചതൊന്നും സംഗീതമല്ല, ഇപ്പൊ പക്ഷെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഫുൾ ഈ ഒരു സംഗീതത്തിന്റെ ലോകത്താണ്, ശ്രീലക്ഷ്മി എസ്പെഷ്യലി. അപ്പോ എങ്ങനെയാണ് ഈ ഒരു മ്യൂസിക് ഫീൽഡിലേക്ക് എത്തിയത് രണ്ടാളും? ഞാൻ തുടങ്ങണോ? ഞാൻ ശരിക്കും പഠിച്ചത് ഇംഗ്ലീഷാണ്. എൻ്റെ സബ്ജക്ട് ഇംഗ്ലീഷാണ്. PG BEd ഇംഗ്ലീഷിലാണ് കഴിഞ്ഞത്. കുറച്ച് കാലം സ്കൂളിൽ വർക്ക് ചെയ്തു. പക്ഷെ അതിനുശേഷം ഈ പറയുന്ന പോലെ ചെറുപ്പം തൊട്ടേ വളരെ പ്രൈവറ്റായിട്ട് ട്യൂഷൻസ് മ്യൂസിക്കിലാണ് എടുക്കണേ. അപ്പോൾ മനസ്സിൽ കിടക്കുന്നത് പാട്ടാണ്. അപ്പോൾ അതുകൊണ്ട് സ്കൂളിലൊക്കെ വർക്ക് ചെയ്തു വെച്ചാൽ ആ സ്പേസിൽ അത്ര കംഫർട്ടബിൾ അല്ലായിരുന്നു. അങ്ങനെ പതുക്കെ ഷിഫ്റ്റ് ചെയ്തിട്ട് ഞാൻ ഒരു ഓൺലൈൻ, അത് ആക്ച്വലി ജഗദീഷിൻ്റെയും കൂടെ ഐഡിയ ആയിരുന്നു, ഓൺലൈനായിട്ടൊരു അക്കാഡമി സ്റ്റാർട്ട് ചെയ്ത് നോക്ക്, കുറച്ചൊന്ന് പോസ്റ്ററൊക്കെ ചെയ്ത് ഒന്ന് പബ്ലിസിറ്റി കൊടുത്തു നോക്ക്, സ്റ്റുഡൻസ് വരികയാണെങ്കിൽ നിനക്ക് അതിലേക്ക് സ്വിച്ച് ചെയ്യാമെന്ന് പറഞ്ഞു. ഐ വാസ് ഹാപ്പി. അങ്ങനെ ഇതിലേക്ക് സ്വിച്ച് ചെയ്തതാണ്. ആൻഡ് എന്തോ ബ്ലെസ്സിങ്, കുറേ സ്റ്റുഡൻസ് വന്നു. ഇപ്പോൾ ഓൺലൈൻ ഒരു ലക്ഷ്മീസ് ഓൺലൈൻ സെഷൻസ് എന്ന് പറഞ്ഞൊരു മ്യൂസിക് അക്കാഡമി ഉണ്ട്. 10-60 സ്റ്റുഡൻസ് എൻ്റെ അടുത്ത് പഠിക്കുന്നുണ്ട്. അത് കോൺസേർട്സ്, പിന്നെ ഭാഗ്യവശാൽ എൻ്റെ ബെറ്റർ ഹാഫ് ഇസ് എ റിഥമിസ്റ്റ്. അപ്പോൾ ആള് മിഴാവ് വായിക്കും, അതാണ് ആളുടെ ബാക്ക്ഗ്രൗണ്ട്, അതാണ്. അപ്പോൾ അതുകൊണ്ട് റിഥം ചായ്വുള്ളത് കൊണ്ടും ഞങ്ങളിങ്ങനൊരു കാര്യം ട്രൈ ചെയ്തുകൊണ്ടും ഇറ്റ്സ് ഗോയിങ് വെൽ റൈറ്റ് നൗ. അക്കാഡമിഷ്യൻ ആവാൻ ഇങ്ങനെ പോയിട്ട് പിന്നെ മ്യൂസിക് ഫീൽഡിൽ എത്തിയ ആളാണ് ശ്രീലക്ഷ്മി. ഇവിടെ ഒരാൾ രണ്ടും ബാലൻസ് ചെയ്ത് പോകുന്ന ആളാണ് അല്ലേ? ഏറെക്കുറെ. അതായത് ഞാൻ സത്യം പറഞ്ഞാൽ ബേസിക്കലി ശേഷം പറഞ്ഞ പോലെ തന്നെ മിഴാവാണ് ശരിക്കും പഠിച്ചിരിക്കുന്നത്. നിങ്ങളുടെ ചെറുപ്പം മുതലേ പഠിച്ചിട്ടുണ്ട്? അതെ അതെ, ചെറുപ്പം മുതലേ വെച്ചാൽ അതൊരു കീഴ്വഴക്കായിരുന്നു. ഞാൻ ഈ പറയുന്ന ജഗദീഷ് ജി നമ്പ്യാർ എന്നുള്ള നമ്പ്യാർ കാസ്റ്റ്, മുത്തശ്ശൻ കലക്കത്ത് കുഞ്ചൻ നമ്പ്യാരുടെ ഒരു ഫാമിലിയൊക്കെ ആയിരുന്നു. അപ്പോൾ പൊതുവേ ഒരു ട്രഡീഷനാണ് ഈ നമ്പ്യാർ കാസ്റ്റ് മിഴാവ് വായിക്കുക, ചാക്യാർ കൂത്തു പറയുക എന്നുള്ളൊരു സംഭവം. അപ്പം അങ്ങനെ അതിന് ഇതായിട്ട് ഞാൻ മിഴാവ് പഠിച്ചിരുന്നു. അരങ്ങേറ്റം കഴിഞ്ഞിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങളുടെ തിരുവല്ലാമല വില്വാദ്രിനാഥ ക്ഷേത്രമുണ്ട്, അവിടെ സ്ഥിരമായിട്ട് അങ്ങനെ അവിടെ ഒരു ആചാരമാണ് നമ്മുടെ നങ്ങ്യാർകൂത്ത്, അമ്മയുടെ തറവാട്ട് എന്നുള്ള. അവിടെ നിന്ന് അവകാശികൾ എന്ന രീതിയിൽ പറയും, നമ്മൾ തന്നെ മിഴാവ് വായിക്കുക, അങ്ങനെയുണ്ട്. അപ്പോൾ അത് ചെയ്യുന്നുണ്ട്, സ്ഥിരം ചെയ്യുന്നു. പിന്നെ അങ്ങനെ പ്രോഗ്രാമായിട്ട് അങ്ങനെ ഒരുപാട് ചെയ്തിട്ടൊന്നുമില്ല. പിന്നെ ഈ പറഞ്ഞ പോലെ അക്കാഡമിക് ആയിട്ടുള്ള കാര്യങ്ങൾ, എൻ്റെ സബ്ജക്ട് സുവോളജിയാണ്. സുവോളജിയിലാണ് ഞാൻ ഡോക്ടറേറ്റ് എടുത്തത്. ഇപ്പോൾ വർക്ക് ചെയ്യുന്നത് ടീച്ചറായിട്ട് ഒരു കോളേജിൽ വൈസ് പ്രിൻസിപ്പൽ ചാർജ്, ഇന്ദിരാഗാന്ധി കോളേജ് എന്ന് പറയും, കോതമംഗലം, അവിടെയാണ് ജോലി ചെയ്യുന്നത്. അപ്പോൾ കുറച്ച് അങ്ങനെ അക്കാഡമിക് ആയിട്ട് പോയിച്ചാലും പക്ഷേ ഈ മ്യൂസിക്കും റിഥമും എല്ലാം മനസ്സിലുണ്ടായിരുന്നു. അപ്പോൾ അത് എൻജോയ് ചെയ്യാൻ മാക്സിമം ഇഷ്ടമായിരുന്നു. അപ്പോൾ പറഞ്ഞ പോലെ ബെറ്റർ ഹാഫ് പറയുന്ന മ്യൂസിക് ഫീൽഡിലാവുമ്പോൾ ഒരുപാട് സന്തോഷം. അത് അങ്ങനെ ആ ഒരു സിങ്കായിട്ടാണ് പോയി. പിന്നെയാണ് ഈ പറയുന്ന സോപാന സംഗീതം എന്നൊരു കോൺസെപ്റ്റിലേക്ക് വന്നതല്ല. എനിക്ക് സത്യം പറഞ്ഞാൽ ഞങ്ങള് ഫ്രീ ടൈമിലൊക്കെ ഇരുന്ന് അവള് പാടും, ചുമ്മാ ഇങ്ങനെ ജാം ചെയ്യും, വെറുതെ. റിഥമുണ്ട്, പിന്നെ നമ്മുടെ വീട്ടിലെല്ലാവരും ആരെങ്കിലുമൊക്കെ പാടും, ആരെങ്കിലുമൊക്കെ എന്തെങ്കിലും വായിക്കും. മൃദംഗമുണ്ട്, പിന്നെ ജെമ്പെ എന്ന് പറഞ്ഞ ഇൻസ്ട്രുമെന്റ്, കഹോൺ ഉണ്ട്, കുറെ ചെയ്യും എല്ലാവരും. അപ്പൊ നമ്മുടെ ഫ്രീ ടൈം എന്ന് പറഞ്ഞാൽ മ്യൂസിക്. വെറുതെ ഇരിക്കുന്ന സമയത്ത് നമ്മൾ ചുമ്മാ ജാം ചെയ്തോണ്ടിരിക്കും. അപ്പൊ ശരിക്കും നല്ല രസമായിരിക്കല്ലേ? വീട്ടിലുള്ള ഈ പറഞ്ഞ എല്ലാവരും കൂടുന്ന സമയമൊക്കെ അടിപൊളിയായിരിക്കും അല്ലേ? തീർച്ചയായും. അതിപ്പോ എന്റെ വീട്ടിലാണെങ്കിലും ഉള്ള വീട്ടിലാണെങ്കിലും ഈ എല്ലാവരും കൂടുന്ന സമയത്ത്, വീക്കെൻഡ്സ് ആണെങ്കിലും ചിലപ്പോൾ എല്ലാവരും ലീവ് ഉള്ള സമയത്ത് വന്നു കഴിഞ്ഞാൽ കൂടും. എല്ലാവരും പാടും. ഒരുപാട് ആൾക്കാർ പാടുന്ന ആൾക്കാർ, എൻ്റെ വീട്, എൻ്റെ അനിയന്മാരൊക്കെ പാടും.
കൊട്ടുന്ന ആൾക്കാർ കുറച്ച് പേരേ ഉള്ളൂ, റിഥമിസ്റ്റ് ആയിട്ട് ആൾക്കാർ, ഞങ്ങളത് കൂടും. അപ്പൊ അത് നേരമ്പോക്ക് എന്നുള്ള അങ്ങനെയാണ്. അപ്പൊ അത് എന്തായാലും എല്ലാവരും എൻജോയ് ചെയ്തിരുന്നു. ഞങ്ങളുടെ ഈ ഒരു കോമ്പിനേഷനും ഇഷ്ടമായിരുന്നു. ലിഷർ ടൈം മ്യൂസിക് ആണ് ഞങ്ങൾക്ക്. അതില് ഒരു കോംപ്രമൈസും ഇല്ല. അത് എന്താ കയ്യിൽ കിട്ടിയച്ച ഇപ്പൊ ഇനിയിപ്പോ എല്ലാവരുടെ കയ്യിലും ഇൻസ്ട്രുമെന്റ്സ് ഇല്ല, അടുക്കളയിലെ പാത്രങ്ങൾ വരെ ഞങ്ങളുടെ ഇൻസ്ട്രുമെന്റ്സ് ആണെന്ന് പറയുന്ന ഒരു അവസ്ഥയാണ്. കുടം എടുത്ത് കൊട്ടും ഞങ്ങൾ. അങ്ങനെ ഒരു ജാമിങ് ഇസ് പാഷൻ എന്ന് പറയുന്ന പോലെയാണ്. അങ്ങനെ ഞങ്ങൾ വളരെ യാദൃശികമായിട്ടാണ് ജഗദീഷിന് ഞാനൊരു ബർത്ത്ഡേക്ക് അച്ഛൻ ഇടയ്ക്ക് വായിക്കും. ജഗദീഷിന്റെ അച്ഛൻ വളരെ ഫേമസ് ആയിട്ടുള്ള ഇടയ്ക്ക് ഇൻസ്ട്രുമെന്റ്സ് വായിക്കുന്ന ആളാണ്. അച്ഛന്റെ പേരും കൂടെ പറയൂ. അച്ഛന്റെ പേര് ഗോപിനാഥൻ, കലാമണ്ഡലം ഗോപിനാഥൻ നമ്പ്യാർ എന്നാണ് പേര്. അച്ഛൻ മിഴാവ് ആർട്ടിസ്റ്റാണ്, മിഴാവ് ഇടയ്ക്ക ആർട്ടിസ്റ്റാണ്. ഞാൻ പഠിച്ചത് ശരിക്കും പറഞ്ഞാൽ മിഴാവൊക്കെ പഠിച്ചത് പത്മശ്രീ മാണിമാധവ ചാക്യാർ ഗുരുകുലുണ്ട്. കുടിയാട്ടത്തില് കേരളത്തിൽ അല്ലെങ്കിൽ ഓൾ ഓവർ വേൾഡിൽ അറിയപ്പെടുന്ന ഒരു വലിയ കലാകാരനാണ്. അദ്ദേഹത്തിന്റെ ഗുരുകുലത്തിലാണ് ഞാനും എൻ്റെ ഏട്ടനൊക്കെ മിഴാവ്, ഞാൻ പറഞ്ഞല്ലോ നേരത്തെ സൂചിപ്പിച്ച പോലെ ഇത് പഠിക്കണം, ഇത് അരങ്ങേറണം, എന്നാലാണ് നമ്പ്യാർ, അങ്ങനെ ഒരു സംഭവമായിരുന്നു. എൻ്റെ ജനറേഷൻ വരെ എൻ്റെ അനിയന്മാരൊന്നും അങ്ങനെ പഠിച്ചിട്ടില്ല. അപ്പൊ ആ ഒരു ഇത് അവിടെ ഉണ്ടായിരുന്നു. അപ്പൊ അച്ഛൻ പണ്ട് ഇടയ്ക്ക് വായിക്കുമായിരുന്നു. അച്ഛൻ്റെ ഇടയ്ക്ക് വായിക്കുന്ന രീതികളും അച്ഛൻ്റെ ഞാൻ നേരിട്ട് പഠിച്ചിട്ടില്ല, അതിനുള്ളൊരു ഭാഗ്യം ഉണ്ടായിട്ടില്ല. പക്ഷെ ആ പൊടുപ്പും ഇടയ്ക്ക് അറിയാലോ, അതിന്റെ പൊടുപ്പും ആ ഭംഗിയൊക്കെ കുട്ടിക്കാലത്ത് ആസ്വദിച്ചിരുന്നു കാര്യമായിട്ട്. അപ്പൊ മനസ്സിനകത്ത് ഉണ്ടായിരുന്നു. പിന്നെ ഈ സ്കൂളിലെ അഷ്ടപതി ഞാൻ അങ്ങനെ പാടില്ല എന്നുള്ളതല്ല അവരുടെ പറഞ്ഞ പോലെ സ്കൂളിലത്തെ ഈ കോമ്പറ്റീഷന് നമുക്ക് സ്കൂളിന് ഓവറോൾ ചാമ്പ്യൻഷിപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് സ്വാഭാവികമായിട്ട് ചില ഐറ്റംസിൽ ആളുകൾ കോമ്പറ്റീഷൻ കുറവാണെങ്കിൽ അപ്പോൾ ഞാൻ പഠിച്ചത് ലക്കിടി ശ്രീ ശങ്കര ഓറിയന്റൽ ഹൈസ്കൂളിലാണ്, ഇപ്പോൾ ഹയർ സെക്കൻഡറി സ്കൂളാണത്, അവിടെയാണ് പഠിച്ചത്. അപ്പോൾ അങ്ങനെ ആ കലോത്സവത്തിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് കലാപ്രതിഭയൊക്കെ ആ ഒരു സമയത്ത് 9-10 ക്ലാസ്സുകളിൽ പഠിക്കുന്ന സമയത്ത് അങ്ങനെ ആയിട്ടുണ്ട്. ആ സമയത്ത് പക്ഷേ ശ്രീലക്ഷ്മി അവിടെ എന്തോ വല്ലാത്തൊരു എളിമ കൈവിട്ടെന്ന് തോന്നുന്നു. കാരണം എനിക്ക് കഴിവൊന്നുമില്ല, എന്നാലും പറഞ്ഞിട്ട് കലാപ്രതിഭയെ സംസ്കൃതമാണ് ബേസിക്കലി പഠിച്ചത്. സംസ്കൃതോത്സവം എന്നുള്ള ഒരു ഇതിലാണ് പോയിരിക്കുന്നത്. സ്കൂളും സംസ്കൃതം ബേസ് ചെയ്തിട്ടുള്ള സ്കൂളാണ്. എൻ്റെ മുത്തശ്ശനും പറഞ്ഞാൽ ഞങ്ങളെ നാട്ടിൽ അറിയപ്പെടുന്നത് പണ്ഡിത ഗോവിന്ദൻ നമ്പ്യാരുടെ പേരക്കുട്ടികൾ വന്നിരുന്നു. മുത്തശ്ശന് വ്യാകരണത്തിലെ പണ്ഡിതനൊക്കെ ആയിരുന്നു. മുത്തശ്ശൻ്റെ ശിഷ്യരാണ് ഇപ്പോൾ ഉള്ള സംസ്കൃത യൂണിവേഴ്സിറ്റിയിലും കോളേജുകളിലൊക്കെ പഠിപ്പിക്കുന്ന ആൾക്കാരൊക്കെ. അപ്പൊ അങ്ങനെ ആ ഒരു ഇതൊക്കെ ഉള്ളത് കൊണ്ട് ടെലിവിഷനിലുണ്ട് അത് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളൊരു സംഭവം ഉണ്ട്. എല്ലാവരും ചോദിക്കുമല്ലോ, അങ്ങനെ ഒരു ചാലഞ്ചിങ് ആയിട്ടുള്ള ഫാക്ടർ അതിനകത്ത് ഉണ്ടായിരുന്നു. അങ്ങനെയാണ് 9-10 ക്ലാസ്സുകൾ ഈ പറഞ്ഞ പോലെ മാക്സിമം കോമ്പറ്റീഷൻ ഐറ്റംസിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞിട്ടാണ് ഈ അഷ്ടപതിയും ഇടയ്ക്കും തൂക്കിയിട്ട് ജില്ലാ കലോത്സവത്തിൽ ഒരു ശ്രമം നടത്തിയത്. അത് സക്സസ് ആയി. അന്നാണ് ഈ ഇടയ്ക്ക് കയ്യിൽ തൊട്ടിട്ടും അന്ന് അച്ഛൻ്റെ ശേഷം ഞാൻ പിടിച്ചിട്ടുള്ളൂ. അച്ഛൻ്റെ ഇടയ്ക്ക് തന്നെ ഉപയോഗിച്ചു. പിന്നെ അതൊക്കെ പിന്നെ ഉണ്ടായിട്ടില്ല. ഋതം ഇഷ്ടമായതുകൊണ്ട് ഞാനൊരു ബർത്ത്ഡേക്ക് വെറുതെ ഒരു ഇടയ്ക്ക, അത് ചെറിയൊരു ഇടയ്ക്ക അങ്ങനെ ഗിഫ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് ഏകദേശം ഒരു വർഷം വെറുതെ ഒരു അണിമ തൂങ്ങിക്കിടന്നു. അതുകൊണ്ട് വലിയ യൂസ് ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ നമ്മളിങ്ങനെ യാദർശികമായിട്ട് ഓക്കെ ലെറ്റ്സ് ജസ്റ്റ് ട്രൈ സംതിങ് എന്ന് വെച്ചിട്ട് ഒരുമിച്ചാണ്, രണ്ടുപേർക്കും ഇഷ്ടമാണ്. എല്ലാവർക്കും നമ്മൾ നമ്മുടെ ഫാമിലി സർക്കിൾ, എല്ലാവരും എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫാമിലി സർക്കിളിൽ ഞങ്ങൾ പെർഫോം ചെയ്യണ കാണാൻ ഇഷ്ടമുള്ള ആൾക്കാരായിരുന്നു. അപ്പൊ ഞങ്ങളിങ്ങനെ സോഷ്യൽ മീഡിയ ആണല്ലോ ഇപ്പൊ എല്ലാം. അപ്പൊ നമ്മളൊരു എന്തെങ്കിലും ഒന്ന് ട്രൈ ചെയ്യാന്ന് വെച്ചിട്ട് കഴിഞ്ഞ ശിവരാത്രിക്കാന്ന് തോന്നുന്നുണ്ട് നമ്മളൊരു വീഡിയോ ചെയ്തു. ശിവന്റെ ഒരു സ്തുതി എടുത്തിട്ട്, അത് ഗുരുക്കന്മാരുടെ അനുഗ്രഹം അത്രേ പറയാനുള്ളൂ. കാരണം ബിജു ചേട്ടൻ്റെ ഒക്കെ വലിയ, ഇലൂർ ബിജു സാറിന്റെ ഒക്കെ വലിയ സപ്പോർട്ട് ഉണ്ട്. അങ്ങനെ നമ്മളൊരു വീഡിയോ ചെയ്തത് കുറച്ചധികം ഔട്ട് ഓഫ് ദ ബോക്സ്, നമ്മുടെ റിലേറ്റീവ്സോ അല്ലെങ്കിൽ ഫ്രണ്ട്സിന്ന് പുറത്തേക്ക് എത്തിയൊരു വീഡിയോ ആയപ്പോൾ ഓക്കെ പീപ്പിൾ ആർ ലൈക്കിങ് ഇട്ട് എന്ന് മനസ്സിലായി. അപ്പൊ പിന്നെ എന്താ ഒന്ന് അടുത്തത് ട്രൈ ചെയ്താലോ എന്ന് വെച്ചിട്ട് ഞങ്ങൾ ഏകദേശം കുറച്ച് വീഡിയോസ് ഇങ്ങനെ ചെയ്യാൻ തുടങ്ങിയപ്പോൾ അത് ആൾക്കാരിലേക്ക് എത്താൻ തുടങ്ങി. അങ്ങനെയാണ് ഇടയ്ക്ക് കൂടുതൽ പഠിക്കാനും ഇടയ്ക്കിലേക്ക് പഠിക്കണമെന്ന് തോന്നിയത്. അതിന്റെ ടെക്നിക്കൽ വശങ്ങളൊന്നുകൂടി അറിയാം. അപ്പൊ ടെക്നിക്കൽ വശങ്ങൾ പറയുന്നത് ഇടയ്ക്ക് കൂട്ടാനും അതിന് ഇടയ്ക്കയുടെ കുറെ കാര്യങ്ങൾ, ജീവക്കോല്, പൊടുപ്പുകളൊക്കെ ഉണ്ട്, അതൊക്കെ അറിയായിരുന്നു. പക്ഷെ അതിന്റെ താളവട്ടം ഈ പറഞ്ഞ മിഴാവ് പഠിക്കുന്ന സമയത്ത് അതിന്റെ താളബോധമുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. പിന്നെ അതിൽ കുറച്ച് കാര്യങ്ങൾ അതിൽ ചേർക്കുക എന്നുള്ളതാണ്. അപ്പോൾ അത് ഏലൂർ ബിജുവേട്ടനാണ് കാര്യമായിട്ട് അതിനെക്കുറിച്ച് പറഞ്ഞു തന്നു. അതിപ്പോഴും കണ്ടിന്യൂ ചെയ്യണം. പല സമയങ്ങളിലും സംശയം ചോദിക്കും, അതിനെ സഹായിക്കും.
അപ്പോൾ ഞാൻ ഒരുപാട് വലിയൊരു ഇതായിട്ടെന്നല്ല, ഐ മീൻ ഇടയ്ക്കയില് ശരിക്ക് സംഗീതം ആലപിക്കുന്ന ആളുകളുണ്ട്, ഇടയ്ക്കയില് പാട്ട് പാടാൻ പറ്റും. ഇടയ്ക്കയുടെ ഒരു പ്രത്യേകത അതാണ്, നമ്മുടെ വായ കൊണ്ട് പാടുന്ന എന്തും സ്വരങ്ങൾ എന്തും ഇടയ്ക്കയിൽ പറ്റും എന്നുള്ളത് തന്നെയാണ്. അത് വലിയൊരു ഇടയ്ക്കയുടെ ആശയം പറയുന്നത് ഒരുപാടുണ്ട്, അത് വാചാലനായി പോവും. അപ്പോൾ അങ്ങനെയുള്ളൊരു തല അതിനകത്ത് ഉള്ളതുകൊണ്ട് എന്നാലും നമ്മളെ കൊണ്ട് പറ്റുന്ന അത് മോശം വരാത്ത രീതിയിൽ കൊണ്ടുപോകുന്ന രീതിയിലുണ്ട്. അത്രേ ഉള്ളൂ. നിങ്ങൾ രണ്ടുപേരും കൂടി ചെയ്യുന്ന കുറെ കാര്യങ്ങളുണ്ട്. ഇപ്പോ സോപാന സംഗീതം ചെയ്യും, മ്യൂസിക് റിലേറ്റഡ് ആയിട്ട് നിങ്ങൾ കുറെ കാര്യങ്ങൾ വേറെയും ചെയ്യുന്നുണ്ടല്ലോ അല്ലെ? ശ്രീലക്ഷ്മി കർണാടിക് വോക്കലിസ്റ്റ്, കന്നഡ ഞാന് ജഗദീഷും ഞാനും കൂടെയുള്ള പ്രോഗ്രാം അല്ലാതെ ഞാൻ ഒറ്റയ്ക്ക് വേറെ ഇൻസ്ട്രുമെന്റ്സ് വെച്ചിട്ട് ഞാൻ പ്രോഗ്രാംസ് ചെയ്യാറുണ്ട്. ഒന്ന് കച്ചേരി കോൺസേർട്ടായിട്ട് ചെയ്യാറുണ്ട്, അതിന്റെ അക്കംപനിമെന്റ്സ് മൃദംഗം വയലിനാണ്. ഇനി അതല്ലാതെ ഞാൻ ഭജൻ പ്രോഗ്രാംസ് ചെയ്യാറുണ്ട്, അതിൽ കൂടുതലും കൊണ്ടുപോകാറുള്ളത് വോക്കൽ ഞാൻ, പിന്നെ ഹാർമോണിയം ഉണ്ടാവും, മൃദംഗം ഉണ്ടാവും, തബല ഉണ്ടാവും. ഇനി അഗൈൻ റിക്വയർമെന്റ് അനുസരിച്ച് വേറെ ഇൻസ്ട്രുമെന്റ്സ് ആഡ് ചെയ്യും. അപ്പൊ ഈ 3 ടൈപ്പ് ഓഫ് പ്രോഗ്രാംസ് ആണ് ചെയ്യാറുള്ളത് കൂടുതലും. ഇപ്പോ സാറാണ്, അപ്പോൾ ഒരുപാട് പ്രൊഫഷൻ വേറെ നമ്മുടെ പാഷൻ വേറെ എന്നുള്ള പറഞ്ഞതുപോലെയാണ്, രണ്ടും ഒരുമിച്ച് കൊണ്ടുപോവുക എന്നുള്ളത് ഒരു ടാസ്ക് തന്നെയാണോ? ടാസ്കാണ്, കാരണം എനിക്ക് തുറന്നു പറയാ ടാസ്കാണ്. പക്ഷെ എന്നാലും പിന്നെ നമ്മുടെ താല്പര്യമില്ല, ഇൻട്രസ്റ്റ് ആണല്ലോ, എനിക്കത് വേണം. നമ്മൾ എന്ത് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിലും അതിന് സമയം നമ്മൾ കണ്ടെത്തുമല്ലോ. അതാണ് കോളേജിൽ പറഞ്ഞ പോലെ വൈസ് പ്രിൻസിപ്പൽ ചാർജും ഉണ്ട്. അപ്പൊ അങ്ങനെയാകുമ്പോൾ പറഞ്ഞ പോലെ രാവിലെ പോയാൽ വൈകിട്ട് വരുന്നതൊക്കെ ഒരുപാട് വൈകിട്ടൊക്കെ തന്നെയാവും ശരിക്ക്. അപ്പൊ ഇയാള് ക്ലാസ്സുകളും ഓൺലൈൻ പ്രോഗ്രാംസ് ഇത് എൻ്റെ ടീച്ചിങ് അതായിട്ട് ബിസി ആവും. എന്നാൽ അതിനിടയ്ക്കുള്ള ഗ്യാപ്പ് നോക്കിയിട്ട് ഞങ്ങൾ പ്രാക്ടീസ് ചെയ്യാനും അതിന്റെ ഒരു ബുദ്ധിമുട്ടാണ്. കാരണം മിക്കവാറും നമ്മൾ ഈ പറയണ പോലെ വീഡിയോസ് എടുക്കാൻ ചിലപ്പോൾ നമ്മൾ പ്ലാൻ ചെയ്ത ദിവസമൊന്നും പറ്റിയില്ലെങ്കിൽ എന്തെങ്കിലും ഒക്കെ പറഞ്ഞിട്ട് ഇതിന്റെ എന്താണ് ബാക്ക്ഗ്രൗണ്ട് വർക്ക് ഒക്കെ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര ഫണ്ണിയായിരിക്കും. കാരണം ചിലപ്പോൾ നമ്മളൊക്കെ റെഡി ആയിട്ടുണ്ടാവും, ഒരു ഓഡിയോ എടുക്കാനായാലും വീഡിയോ എടുക്കാനായാലും ഫുൾ റെഡി ആയിട്ടൊക്കെ ഇരുന്നിട്ട് ചിലപ്പോൾ ആ ഒരു മൂഡ് കിട്ടില്ല, അങ്ങനെ ഒഴിവാക്കി വിടുക, അതൊക്കെ സംഭവിക്കും. പക്ഷെ അഗൈൻ അതിനോടുള്ളൊരു സ്നേഹം ഉണ്ടല്ലോ, പാട്ടായാലും ആൾക്കൃതമായാലും നമുക്ക് രണ്ടുപേർക്കുള്ള ഒരു കോമ്പിനേഷൻ ആയാലും നമുക്ക് ചെയ്യാൻ ഇഷ്ടമാണല്ലോ, എല്ലാത്തിനും ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം. അതുകൊണ്ട് അതിങ്ങനെ കുഴപ്പമില്ലാണ്ട് പോകും. ചാനലിന്റെ പേരെന്താ? എൻ്റെ പേര് ശ്രീലക്ഷ്മി കല്ലാറ്റ് എന്നുള്ളൊരു അത് ഞാൻ ആക്ച്വലി ലോങ് ബാക്ക് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത്, കോളേജിൽ പഠിക്കുന്ന സമയത്ത്, ആ സമയത്തൊക്കെ നമുക്ക് അശ്വതിക്ക് അറിയുണ്ടാവും, നമ്മുടെയൊക്കെ ഒരു കോളേജ് ടൈമിൽ നമ്മൾ കണ്ടുകൊണ്ടിരുന്ന യൂട്യൂബേഴ്സൊക്കെ ഇപ്പൊ സക്സസ്ഫുൾ യൂട്യൂബേഴ്സാണ്. അപ്പോൾ ആ സമയത്ത് ഇതുപോലെ ഒരു ആഗ്രഹത്തിൽ ഞാൻ സ്റ്റാർട്ട് ചെയ്തൊരു യൂട്യൂബ് ചാനലാണ്. അതിൽ ഞാൻ എനിക്ക് ഇഷ്ടമുള്ള കുഞ്ഞി ഫിലിം സോങ്സ് എന്തെങ്കിലുമൊക്കെ പാടിയിടും. അതങ്ങനെ വിട്ടു. പിന്നെ അതിലേക്ക് ഫോക്കസും ഇല്ല, ഒന്നുമില്ല, നമ്മൾ ബാക്കി കാര്യങ്ങളൊക്കെ ബിസി. അതേ ചാനലിൽ തന്നെ നമ്മൾ അപ്ലോഡ് ചെയ്യാൻ തുടങ്ങിയെന്ന് മാത്രം. ആൻഡ് അത് കുഴപ്പമില്ലാണ്ട് പോടും. ശരിക്കും ഞങ്ങൾ ഈ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് ഇതിന് കൂടുതൽ പ്രിപ്പറേഷൻസോ ഇൻപുട്ടോ ചിലപ്പോൾ ഒരുപാട് പ്രാക്ടീസ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഒരുപാട് പ്ലാനിങ് ഒക്കെ നടത്തിക്കൊണ്ട് റെക്കോർഡ് ചെയ്ത വീഡിയോസ് ഒന്നും ചിലപ്പോൾ അങ്ങനെ റീച്ച് ആയിക്കൊള്ളുന്നില്ല. അല്ലാതെ ഞങ്ങൾ അത്ഭുതപ്പെട്ടു ചില പെട്ടെന്ന് ചെയ്യുന്നത് ചിലപ്പോൾ നമുക്ക് തന്നെ ഒരു സംതൃപ്തി വന്നിട്ടുണ്ടാവില്ല, ചിലപ്പോൾ ടയർഡ് ആവും. കോളേജിൽ അല്ലെങ്കിൽ ഇവിടെ ക്ലാസ് കഴിഞ്ഞിട്ട് ഇനി കോളേജിൽ പ്രോഗ്രാം എടുക്കും. നമ്മൾ ആ ഒരു കൺസിസ്റ്റൻസി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി എടുക്കണ്ടേന്ന് വെച്ചാൽ ചിലപ്പോൾ കുറച്ച് ടയേർഡായിട്ട് അല്ലെങ്കിൽ അന്ന് ഒരു മൂഡ് ഉണ്ടായിണ്ടാവില്ല. പക്ഷെ അതായിരിക്കും ചിലപ്പോൾ ഔട്ട് ഓഫ് ദി ബോക്സ് പോയിട്ടുണ്ടാവുക. അങ്ങനെ ഞങ്ങൾക്ക് നമ്മുടെ കൈതപ്പുറം സാറ്, അതുപോലെ നമ്മുടെ അമ്പലപ്പുഴ വിജയകുമാർ സാറ്, ചന്ദ്രവർമ്മ സാർ, ശരത് സാറും ഇവരുടെയൊക്കെ ഒരു അപ്രിസിയേഷൻ കിട്ടുന്നുണ്ടായിട്ടുണ്ട്. അതൊക്കെ ഒരു മൈൽ സ്റ്റോൺ. ശരിക്കും നമ്മൾ രണ്ടുപേരും കൂടി ചെയ്യുന്നതിന്റെ ഒരു സന്തോഷം ഉണ്ടായിരിക്കില്ലേ, ഒറ്റയ്ക്ക് ചെയ്യുന്നതിനേക്കാൾ നിങ്ങൾ ഒരുമിച്ച് ചെയ്യുമ്പോൾ അതൊരു പ്രത്യേക സന്തോഷവും അതിങ്ങനെ അപ്രിസിയേഷൻ വരുമ്പോ ഒരു എന്താ പറയാ സന്തോഷമാണ്. ജോലി തിരക്കിന്റെ കാര്യം ചോദിച്ചപ്പോഴാണ് പറഞ്ഞത്, ചില സമയത്ത് എനിക്ക് അത് ഞങ്ങള് ചിലപ്പോൾ ഒരു ഗ്യാപ്പ് വരാറുണ്ട്. ഒരു പ്രാവശ്യം ഒരു ഗ്യാപ്പ് വന്നിരുന്നു. ഞങ്ങൾ യാത്രയൊക്കെ ഉണ്ടായിരുന്നു, ഒരു പുറത്ത് അങ്ങനെ യാത്ര ചെയ്യാനും താല്പര്യമുള്ളക്കാരാണ്. വിയറ്റ്നാമൊക്കെ പോയി വന്നതിന് ശേഷം ഒരു ഗ്യാപ്പ് വന്നു. ഈ ഗ്യാപ്പ് വന്നപ്പോ പിന്നീട് ഇത് വീണ്ടും റീസ്റ്റാർട്ട് ചെയ്തില്ല. 2-3 വീഡിയോ റെക്കോർഡ് ചെയ്തിരുന്നില്ല. അപ്പോൾ അതങ്ങനെ അപ്പോഴും ഒരു സ്ലോ ആയിപ്പോയി, ലാഗായിപ്പോയി. പക്ഷെ ഞങ്ങൾ പല കല്യാണങ്ങൾക്ക് പ്രോഗ്രാമിന് പോകുമ്പോഴും എല്ലാവരും ചോദിക്കും എന്താ ഇപ്പൊ കാണലില്ലല്ലോ. അപ്പൊ തുടക്കത്തിലുള്ള കാര്യം പറയുന്നത് അപ്പോഴാണ് പറഞ്ഞത് ഇത് താല്പര്യപ്പെടുന്ന ആൾക്കാരുണ്ടല്ലോ. പിന്നെ അതിന് ഫ്രീക്വന്റ് ആക്കി. ആദ്യം ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു ഞങ്ങൾക്ക്, നമ്മൾ നമ്മുടെ സന്തോഷത്തിന് ചെയ്യിച്ചാലും ആക്സെപ്റ്റബിലിറ്റി ഉണ്ടോന്ന് അറിയില്ല. അപ്പൊ ഞങ്ങൾ ആ കാര്യത്തിൽ ഡൗട്ട്ഫുൾ ആയിരുന്നു. പക്ഷെ അഗൈൻ ഈ ഒരു പറഞ്ഞൊരു ഗ്യാപ്പ് വന്നതിന് ശേഷം കുറെ പേര് കണ്ടിട്ട് എന്താ ഇപ്പൊ നിങ്ങളുടെ പാട്ട് കാണാറില്ലല്ലോ, നമുക്ക് അത് അങ്ങനെ കേൾക്കുമ്പോ ഓക്കെ, സോ ആക്സെപ്റ്റൻസ് ഉണ്ട്, ആളുകൾ ആഗ്രഹിക്കുന്നുണ്ടെന്ന് കാണുമ്പോൾ സന്തോഷം. നിങ്ങള് ഇപ്പൊ സാറ് പറഞ്ഞു അധികം നമ്മളെങ്ങനെ പ്രൊഫഷൻ ആ ഒരു ഇതിൽ പോകുമ്പോൾ നമ്മൾ മ്യൂസിക്കിന് അധികം
ഫോക്കസ് ചെയ്തിരുന്നില്ലല്ലോ മുൻപ്. അപ്പൊ കല്യാണത്തിന് ശേഷമാണോ പിന്നീട് വീണ്ടും തീർച്ചയായും കല്യാണം തന്നെ സ്റ്റാർട്ടിങ്ങും മ്യൂസിക്? അതന്നെ എന്റെ ഒരു ചോദ്യം അതാണ്. മ്യൂസിക് ആണോ നിങ്ങൾ രണ്ടുപേരെയും തമ്മിൽ ഒന്നിപ്പിച്ച ഫാക്ടർ? എനിക്ക് മ്യൂസിക് ഇഷ്ടമാണ് പറഞ്ഞോളൂ റീത്തമ്മ. പക്ഷെ ആദ്യമായിട്ടൊരു പ്രോഗ്രാം കണ്ടിരുന്നു അത് അതങ്ങനെ ത്രൂ മ്യൂസിക് ആണ്. അത് പറയാതെ വയ്യ. കാരണം എനിക്ക് മാട്രിമോണിയൽ ഞങ്ങളുടെ പക്ക അറേഞ്ച് മാരേജ് ആണ്. അപ്പൊ അതില് ചോദിച്ചിട്ടുണ്ട് ഈ ചോദ്യം തന്നെ, ഓരോ ഫീൽഡിലാവുകൊണ്ട് കണ്ട് മുന്നേ പരിചയപ്പെട്ടിട്ടാണെന്നൊക്കെ അറേഞ്ച് മാരേജ് ആണ്. പക്ഷെ അഗൈൻ എനിക്ക് ഇവര് അങ്ങോട്ട് ഫാമിലീസ് മീറ്റ് ചെയ്യാൻ പ്ലാൻ ചെയ്ത ദിവസം എനിക്കൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. അത് ആളുടെ വീടിന്റെ ഏകദേശം ഒരു 45 minutes ഡിസ്റ്റൻസിലായിരുന്നു പ്രോഗ്രാം. അപ്പൊ അവിടെ ചെയ്യുന്ന സമയത്ത് ജഗദീഷ് കേൾക്കാൻ ഇങ്ങനെ മീൻസ് അമ്മ ആരോ പറഞ്ഞിട്ട് നമ്മുടെ പ്രോഗ്രാം ഉണ്ടെന്ന് പറഞ്ഞ് അവര് കേൾക്കാൻ വന്നിട്ടുണ്ട്. ആളും ആളുടെ ബ്രദറും കൂടെ കേൾക്കാൻ വന്നിട്ടുണ്ടായിരുന്നു. അതാണ് നമ്മുടെ ആക്ച്വലി അതാണ് നമ്മുടെ ഫസ്റ്റ് മീറ്റിംഗ് ആക്ച്വലി. പക്ഷെ അഗൈൻ പിന്നെ നമ്മൾ സംസാരിച്ചു കഴിഞ്ഞപ്പോ കുറച്ചൊക്കെ വേവ് ലെങ്ത് സെയിം ആണ്, ഇൻട്രസ്റ്റ് ഒക്കെ കുറച്ച് സിമിലർ ആണെന്ന് മനസ്സിലായിട്ട് പാട്ടാണ് ഒരുമിച്ച് കൊണ്ടുവന്നത്. എന്ന് പറയാൻ പറ്റില്ല. അതായത് ഇപ്പൊ നേരത്തെ ചോദിച്ചപ്പോഴാണ് ഇതിന് മുന്നേ അതുപോലെ സംഭവം ഉണ്ടായിരുന്നു. അതായത് ഞങ്ങള് ഈ വീഡിയോസ് ഒക്കെ ഇങ്ങനെ അധികമായിട്ടില്ല, സ്റ്റാർട്ടിങ് സമയത്ത് ഒരു ട്രിവാൻഡ്രത്ത് നമ്മള് ലുലു മോളിൽ പോയതായിരുന്നു. ഒരു പ്രോഗ്രാമിന് പോയതാണ്. അതിനുശേഷം ഞങ്ങള് ലുലു മോളിൽ ഭക്ഷണം കഴിക്കാൻ വേണ്ടി അവിടെ രാത്രി കഴിക്കാൻ പോയതാ. അപ്പോ അവിടെയുള്ള ചേച്ചിമാരുണ്ട്, നമ്മുടെ അറ്റൻഡേഴ്സ് ഹെൽപ്പേഴ്സ് ഉണ്ടല്ലോ. ഒരു ചേച്ചി ഇങ്ങനെ അടുത്തേക്ക് വന്നിട്ട് പറഞ്ഞു, പാട്ടൊക്കെ നന്നാവുണ്ട് കേട്ടോ എന്ന് പറഞ്ഞു. ഞങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലായി അധികം ആയില്ല, സ്റ്റാർട്ടിങ് ടൈമിലാട്ടോ. അപ്പൊ ഇത് ഇത്രത്തോളം ഇങ്ങനെ റീച്ച് ആവുമെന്ന് മനസ്സിലാവുന്നില്ല. പിന്നെ പറഞ്ഞു, നിങ്ങൾ രണ്ടുപേരും കൂടിയിട്ടുള്ള പാട്ടല്ലേ സോപാന പാട്ട് ഞങ്ങൾ കേൾക്കലുണ്ട്, നല്ല നന്നാവുണ്ട്, ഇഷ്ടമായി എന്നൊക്കെ പറഞ്ഞു. ഭയങ്കരമായിട്ട് അതില് കുറച്ചും കൂടെ എനിക്ക് സ്ട്രൈക്ക് ചെയ്തൊരു കാര്യം ചേച്ചി പറഞ്ഞു, ഇന്ന് രാത്രി ഞാൻ നിങ്ങളുടെ പാട്ട് കേട്ടിട്ട് ഉറങ്ങാറില്ല എന്ന് പറഞ്ഞു. അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഓൾമോസ്റ്റ് ഒരു അവാർഡ് കിട്ടിയ പോലെ. അതും തുടക്കത്തിലുള്ള ഒരു സമയമാണല്ലോ. അത് ശരിക്കും സ്പാർക്കിംഗ്. അപ്പൊ പിന്നെ ഞങ്ങളത് എന്ത് വന്നല്ല, ഇപ്പൊ കോളേജിൽ എന്തൊക്കെ പ്രശ്നങ്ങളും തിരക്കുണ്ടെങ്കിൽ തന്നെ ഇതിനായിട്ട് സമയം കണ്ടെത്തി. അതെ, ചെറിയ സന്തോഷങ്ങളാണ് എപ്പോഴും വലിയ സന്തോഷങ്ങൾ എന്ന് അറിയില്ല. അപ്പൊ അതൊരു വളരെ ക്ലോസ് ടു ദ ഹാർട്ട് മൊമെന്റ് ആയിരുന്നു ഞങ്ങളെ സംബന്ധിച്ച്. നിങ്ങൾ ഈ ഒരു മ്യൂസിക് വേൾഡ് പോകുന്നതിനൊപ്പം തന്നെ പാരലൽ ആയിട്ട് നിങ്ങൾക്ക് വേറെയും കുറെ കാര്യങ്ങൾ ചെയ്യുന്ന ആളുകളാണ്. ഇപ്പോ സാറ് പഠിപ്പിക്കുന്നുണ്ട്, കോളേജിൽ പോകുന്നുണ്ട്. ശ്രീലക്ഷ്മി ആണെങ്കിലും ആങ്കറിങ് അങ്ങനെ ഒരു ഏരിയയും കൂടെ ഉണ്ടല്ലേ? ഉണ്ട്. എനിക്ക് പാട്ട് എത്രത്തോളം ഇഷ്ടമാണോ അത്രത്തോളം തന്നെ എനിക്ക് ഇഷ്ടമുള്ള പരിപാടിയാണ് ആങ്കറിങ്. ഇന്റർവ്യൂ പ്രോഗ്രാംസ് ചെയ്തിട്ടുണ്ട് ഞാൻ ധാരാളം. ഫ്ലവേഴ്സ് ടിവിയിൽ ഷോ ചെയ്തിട്ടുണ്ട്. ഒരു മ്യൂസിക്കൽ വൈഫ് എന്ന് പറഞ്ഞൊരു റിയാലിറ്റി ഷോയിൽ കണ്ടസ്റ്റന്റ് ആയിരുന്നു, പാർട്ടിസിപ്പന്റ് ആയിരുന്നു. പിന്നെ അതിനുശേഷം അതിൽ തന്നെ കണ്ടിട്ട് ആങ്കറിങ് ചെയ്യുമെന്ന് ചോദിച്ചിട്ട് പാട്ടും പാടി എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഷോ ചെയ്തു. നമ്മുടെ ദിവ്യ സയ്യർ മാമിനെ, ഇന്ദുലേഖ വാര്യർ, ഇതിൽ ഇന്ദുവിനെയൊക്കെ ഇന്റർവ്യൂ ചെയ്തൊരു മ്യൂസിക്കൽ ചാറ്റ് ഷോ ആയിരുന്നു അത് ചെയ്തിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ആങ്കറിങ്ങും ഒരു ഈക്വൽ പാഷൻ ആണ് അലോങ് വിത്ത് മ്യൂസിക് എന്ന് പറയണം. പ്രോഗ്രാംസിന് ചെയ്യുന്നത് ഇപ്പൊ ഷോസ് ഒക്കെ ചില ഷോസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. നേരത്തെ പറഞ്ഞ പരിഹാരം പറ്റ ഒരു അമ്പലമുണ്ട് അവിടെ, അറിയാം, ദേവാസുരം സിനിമയിലൊക്കെ ഷൂട്ട് ചെയ്തിട്ടുള്ള സ്റ്റെപ്സ് ലാസ്റ്റ് ഫൈറ്റ് സീൻ ഒക്കെ ഇല്ലേ, ഫേമസ് ആയിട്ടുള്ള അത് ഷൂട്ട് ചെയ്തിട്ടുള്ള അമ്പലമാണ്. അപ്പൊ ശ്രീലക്ഷ്മിയുടെ അമ്മ ഉണ്ട്, ഡോക്ടർ ബാബുരാജ് പറയാനും പറ്റും, മൃതംഗിസ്റ്റ് ആണ് ലീഡിങ്. അദ്ദേഹത്തിന്റെ ഒരു കൾച്ചറൽ ഒരു ഓർഗനൈസേഷൻ ഉണ്ട്. അവിടെ വലിയ വലിയ ആളുകളൊക്കെ വന്നിട്ടുള്ള നമ്മുടെ ഗംഗാധരൻ മാഷ്, പിന്നെ വിദ്യാധരൻ മാഷ്, അവരൊക്കെ വന്നിട്ടുള്ള വലിയ ഇടയ്ക്കിടയ്ക്ക് ഫംഗ്ഷൻസ് വരും. അതിലൊക്കെ ആങ്കർ ചെയ്യുന്നുണ്ട്, പ്രോഗ്രാം ചെയ്യുന്നുണ്ട്. അങ്ങനെ ഇഷ്ടപ്പെട്ട കുറെ കാര്യങ്ങൾ യാത്ര ചെയ്യാനാണ് താല്പര്യം. നമ്മള് ട്രാവൽ ഭയങ്കര ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ് രണ്ടുപേരും. ട്രാവൽ ചെയ്യുന്നതിന് ഇപ്പൊ ഇങ്ങനെ ഒരു പ്ലാൻ ഉണ്ടായിരിക്കും, ഇപ്പൊ ഒരു 6 മാസത്തിൽ ഒരിക്കലും യാത്ര അല്ലെങ്കിൽ അങ്ങനെയൊക്കെ പ്ലാൻ ചെയ്ത് തന്നെ പോകുന്നതാണ്. പ്ലാനിങ് പ്ലാൻ ചെയ്ത് പോവുക എന്നുള്ളതിനേക്കാൾ കൂടുതൽ ഞങ്ങൾക്ക് അങ്ങനെ പ്ലാൻ ചെയ്താൽ പോകാൻ പറ്റില്ല. രണ്ടുപേരും ഒരേപോലെ ഫ്രീ ടൈം കിട്ടിക്കൊള്ളുന്നില്ല. അപ്പൊ എപ്പോഴും ജഗദീഷിന് എനിക്ക് കൂടുതൽ വെക്കേഷനാണ് കിട്ടും. ഇയർലി വൺസ് അല്ലാതെ അൺപ്ലാൻഡ് കുറച്ച് എവിടെയാണോ പോകാൻ പറ്റുന്ന സ്ഥലങ്ങൾ പോയിട്ട്. ഡ്രൈവ് ചെയ്യാൻ ഇഷ്ടമാണ്, ഇയാളും ഡ്രൈവ് ചെയ്യും, നന്നായി ഡ്രൈവ് ചെയ്യും. അത് ഡ്രൈവിംഗിന് തന്നെ ഈ പറഞ്ഞ പോലെ അടികൂടലുണ്ട് ചേട്ടാ. അല്ല, ഒരുപാട് കാര്യങ്ങൾ ഒരുമിച്ച് ഇഷ്ടമാണ് ചെയ്യാൻ. അപ്പൊ അങ്ങനെ ഇഷ്ടമുള്ള കാര്യങ്ങളെല്ലാം ഒരുമിച്ച് ഇഷ്ടപ്പെട്ട് ചെയ്യുമ്പോൾ ഉള്ള ഒരു സന്തോഷമുണ്ട്. ആ ഒരു സന്തോഷത്തിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. എക്സാക്ട്ലി. ശ്രീലക്ഷ്മി ഓൺലൈനായിട്ട് ക്ലാസ് എടുക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ കുറെ സ്റ്റുഡൻസ് ഉണ്ടെന്ന് പറഞ്ഞു. ആ ഒരു ക്ലാസിന്റെ ടൈമിങ് കാര്യങ്ങളൊക്കെ എങ്ങനെയാ വരുന്നത്? യെസ്, അപ്പോൾ എനിക്ക് സ്റ്റുഡൻസ് എന്ന് പറഞ്ഞാൽ 6 വയസ്സ് തൊട്ട് 80 വയസ്സ് വരെയുള്ള സ്റ്റുഡൻസ് ഇപ്പൊ നിലവിലുണ്ട്. അപ്പോൾ ഏജ് ഒരു ബാരിയർ അല്ല പാട്ട് പഠിക്കാനെന്ന് വിശ്വസിക്കുന്നു
പഠിക്കുന്നുണ്ട് ഞാൻ. അപ്പോൾ മെയിനായിട്ട് എനിക്ക് കുട്ടികളെ പഠിപ്പിക്കുക എന്നുള്ളത്, ഓക്കെ, കുട്ടികളെ എപ്പോഴും നമ്മളെ കുട്ടികളാവുമ്പോഴും അറിയാലോ, നമ്മളെ പുഷ് ചെയ്യും പേരൻസ്, കഴിവുണ്ട് എന്ന് കണ്ടു കഴിഞ്ഞാൽ അങ്ങനെയാണ് നമ്മൾ കുട്ടികളെ എപ്പോഴും പഠിക്കുന്നത്. പക്ഷേ ഈ മുതിർന്ന ആൾക്കാർ, പ്രത്യേകിച്ച് ഞാൻ പഠിപ്പിക്കുന്നതൊക്കെ എൻ്റെ അമ്മൂമ്മ ആ ഒരു ഏജിലുള്ള ആൾക്കാരെ പഠിപ്പിക്കണം. അവരെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയാണെന്ന് വെച്ചാൽ ചെറുപ്പത്തിൽ ചിലപ്പോൾ പഠിക്കാൻ പറ്റിയിട്ടുണ്ടാവില്ല, പല സാഹചര്യങ്ങൾ കാരണം പഠിക്കാൻ പറ്റാതെ ഒരു പാട്ട് വേദിയിൽ വിത്ത് ഇൻസ്ട്രുമെന്റ്സ് പാടണമെന്ന് ആഗ്രഹിച്ചു വരുന്ന ഒരുപാട് പേരുണ്ട്. അങ്ങനെയുള്ളവരെ പഠിപ്പിക്കുമ്പോൾ അവർക്ക് അവരുടെ ഉള്ളിൽ നിന്ന് വരുന്ന ഒരു സിൻസിയർ ഇൻട്രസ്റ്റ് ഉണ്ട്, അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരാണ് കൂടുതൽ എൻ്റെ അടുത്ത് പഠിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ റീസെൻ്റ്ലി വളരെ സന്തോഷം തോന്നിയത്, ഒരു 83 വയസ്സാന്ന് തോന്നുന്നു, അമ്മമ്മേനെ പാട്ട് പഠിപ്പിച്ച് അരങ്ങേറ്റം നടത്തി നമ്മൾ ഗുരുവായൂർ അമ്പലത്തിൽ. അമ്മമ്മയ്ക്ക് ഹാർഡ്ലി ഷി ക്യാൻ സിറ്റ്, കാല് മടക്കി ഇരിക്കുക എന്നുള്ളത് തന്നെ അവർക്കൊരു ചലഞ്ചിങ് ആയിട്ടുള്ള കാര്യമായിരുന്നു. അപ്പൊ അത്ര ബുദ്ധിമുട്ടുള്ള ഒരാള് 1 മണിക്കൂർ ഇരുന്നിട്ട് പാടുക എന്നുള്ളത് അതത്രയും ഒരു വലിയ കാര്യമായിട്ട് തോന്നി എനിക്ക്. അപ്പോൾ അങ്ങനെ ഒരു കാര്യം അവരുടെ കൂടെ നിന്ന് ചെയ്യാൻ സാധിച്ചത് ഞാൻ ഈ പ്രൊഫഷൻ തിരഞ്ഞെടുത്തതിൽ വെച്ചിട്ടുള്ള ഒരു വലിയ കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ക്ലാസ്സസ് എന്ന് പറഞ്ഞാൽ മൺഡേ ടു സാറ്റർഡേ ആണ് ക്ലാസ്സസ് ഉണ്ടാവുക. അത് ലൈക്ക് സ്കാറ്റേർഡ് ആണ്, പുറത്തുള്ള ആൾക്കാർക്ക് ടൈം ഡിഫറൻസ് എല്ലാ സ്ഥലത്തു നിന്നുള്ള ആളുകൾ. നമ്മുടെ ഈ കോവിഡിൽ കിട്ടിയ ഒരു പോസിറ്റീവ് കാര്യം നമുക്ക് എല്ലാവർക്കും ഓൺലൈൻ സ്വിച്ചിങ് നടന്നല്ലോ. ഇപ്പൊ പ്രൊഫഷണലി ആയാലും എല്ലാവരും സ്കൂൾ കോളേജ് ക്ലാസ്സസ് ഒക്കെ ഓൺലൈനിലേക്ക് മാറിയ ഒരു സമയമായിരുന്നു, ട്രാൻസിഷൻ പീരീഡ് ആയിരുന്നു. അതിൽ ഒരു ബെനിഫിറ്റ് കിട്ടിയ ഒരാളും കൂടിയാണ് ഞാൻ. അപ്പോൾ കാരണം ഓൺലൈൻ സെഷൻസ് തുടങ്ങുമ്പോൾ ഇത്രയും സ്റ്റുഡൻസിനും ഇത്രയും ആക്സെപ്റ്റബിലിറ്റി ഞാൻ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ കുറേ വാട്സാപ്പിലായാലും ആദ്യമൊക്കെ ആൾക്കാർക്ക് ഭയങ്കര ഇൻഹിബിഷൻ ഉണ്ടായിരുന്നു. നമ്മൾ നേരിട്ട് ക്ലാസ് അറ്റൻഡ് ചെയ്യുമ്പോൾ ഒരു ക്വാളിറ്റി നമുക്ക് വീഡിയോ അല്ലെങ്കിൽ ഓൺലൈനായി ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ കിട്ടുമെന്നുള്ളതുണ്ടായിരുന്നു. പക്ഷേ അത് നമ്മൾ അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് കൊടുക്കാൻ പറ്റിയെന്നുണ്ടെങ്കിൽ സെയിം റിസൾട്ടാണ്, അതിലൊരു സംശയമില്ല. അപ്പൊ ശ്രീലക്ഷ്മിയെ വെച്ച് നോക്കുകയാണെങ്കിൽ ആദ്യം പഠിച്ചത് MA BEd ആയിരുന്നു. കുറച്ച് നാള് ടീച്ചിങ് പ്രൊഫഷനിൽ കുറച്ച് നാള് നിന്നുള്ളൂ, എന്നിട്ട് വീണ്ടും മ്യൂസിക്കലി വന്നു. ഇപ്പൊ ഇവിടെയും ടീച്ചറാണ്, അതുകൊണ്ട് നമ്മൾ ആ ഒരു അക്കാഡമിഷ്യൻ തന്നെയാണ് ഇപ്പോഴും, അല്ലേ? സബ്ജക്ട് മാറിയെന്നേ ജസ്റ്റ് മാറിയെന്നേ ഉള്ളൂ. പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ കുറച്ചും കൂടെ അതിൽ പാട്ട് പഠിപ്പിക്കാൻ ഇഷ്ടമാണ്, പാട്ട് പാടാൻ ഇഷ്ടമാണ്. അതിനേക്കാളും കുറച്ചും കൂടെ എൻജോയ് ചെയ്യുന്നത് നമ്മൾ വി ആർ ദ ബോസ് ഓഫ് അവർ വർക്ക് എന്ന് പറയില്ലേ. അപ്പൊ എൻ്റെ ജോലി തീരുമാനിക്കുന്നത് ഞാനാണ്. അപ്പോൾ നമുക്ക് ഒരു അഡ്വൈസ് തരാനോ ഇന്ന സമയത്ത് തീർക്കണം എന്ന് പറയാനോ ആരുമില്ല. അപ്പൊ അങ്ങനത്തെ ഒരു കാര്യം വരുമ്പോൾ നമുക്കൊരു ഫ്രീഡം ഉണ്ട് വർക്കിന്. അപ്പോൾ അതും ഞാൻ കുറച്ച് എൻജോയ് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് ഒക്കെ തന്നെ ഈ പ്രൊഫഷനിൽ സ്വിച്ച് ചെയ്തതിൽ ഒരിക്കലും റിഗ്രറ്റ് ഒന്നുമില്ല, നന്നായി പോണു. ഇനി നമുക്ക് ശ്രീലക്ഷ്മിയുടെ ഒരു പാട്ട് കേട്ടാലോ? സദുജനാദര സർവഭാമ സദുജനാദര സർവഭാമ മാധവ മാമവ ദേവ മാധവ മാമവ ദേവ കൃഷ്ണ യാദവ കൃഷ്ണ യദുകുല കൃഷ്ണ മാധവ 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 നമ്മള് മീഡിയപീഡിയയില് ഇത്രയും സംഗീതാത്മകമായിട്ടുള്ളൊരു എപ്പിസോഡ് ഇതാണെന്ന് തോന്നുന്നു. അപ്പൊ രണ്ടുപേരും പാട്ടുകാരെ കിട്ടിയിട്ട് പാടിപ്പിക്കാതെ പോകുന്നത് ശരിയല്ലല്ലോ. അപ്പൊ എനിക്ക് ക്ലാസിക്കൽ നമ്മളൊരു പാട്ട് പാടി, ഇനി വേറൊരു മൂഡും കൂടെ പിടിക്കണോ? പിന്നെന്താ, പോവാം. ഏറെ മോന്തിയായിട്ടുള്ളൊരു മധുരമിടാച്ചായയിൽ പങ്കുചേരുവാൻ വന്നൊരു മധുരമുള്ള വേദനെ കാലം മേലെ കാല് കേറ്റി സോഫയിൽ ഇരുന്നു നീ മേനിയാകെ കോളു കേറ്റി ഒരേറെ നോട്ടം കൊണ്ടിന്നലെ ഏറെ മോന്തിയായിട്ടുള്ളൊരു മധുരമിടാച്ചായയിൽ പങ്കുചേരുവാൻ വന്നൊരു മധുരമുള്ള വേദനേ.
അപ്പൊ നമ്മള് 2 ജോണർ പിടിച്ചിട്ടുണ്ടല്ലേ? അതെ. ഇവിടെ എന്തും പോവും. ഏത് കുഴപ്പമില്ല. പാടാനാ കൂടുതൽ ഇഷ്ടം? എനിക്ക് ക്ലാസിക്കൽ പാടാനാണ് ഇഷ്ടം, ടു ബി വെരി ഫ്രാങ്ക്. അത് എനിക്ക് തോന്നുന്നു ചെറുതാവുമ്പോൾ തൊട്ട് അതാണ് കൂടുതൽ ട്രെയിനിങ് കിട്ടിയിരിക്കുന്നത്. അപ്പൊ എന്തോ എന്റെ ശബ്ദം അതിനാണ് കൂടുതൽ വഴങ്ങാന്നൊരു തോന്നലാണ്. എല്ലാം പറ്റുണ്ടാവും, എനിക്കറിയില്ല. എല്ലാം അപ്പൊ വഴങ്ങുന്നുണ്ട്. കൂടുതൽ ഇഷ്ടം ഇഷ്ടം അവിടെയാണ്. അതാണ് പാടാൻ, കൂടുതൽ അതാണ് പാടാൻ ഇഷ്ടം. ശ്രീലക്ഷ്മി ഏത് ജോണർ പാടുമ്പോഴാണ് സാറിന് ഇഷ്ടം കേൾക്കാനായിട്ട് അല്ലെങ്കിൽ ആസ്വദിക്കാൻ? ആണല്ലേ? അത് എന്താ വെച്ചാൽ അതിന്റെ വളരെ സത്വം എന്ന് പറയുള്ളൂ, ഒരു കോർ എന്നുള്ളത് ശാസ്ത്രീയ സംഗീതം തന്നെയാണെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. മറ്റു പാട്ടുകൾ ഇഷ്ടമാകില്ല, എല്ലാം ഇഷ്ടമാണ്, പക്ഷെ കൂടുതൽ ഇഷ്ടം അത് കർണാടിക് ആയിട്ട് കേൾക്കാനാണ് ഇഷ്ടം. നിങ്ങൾ രണ്ടുപേരും ഒരുപാട് യാത്ര ചെയ്യുന്ന ആളുകളുമാണല്ലോ, അപ്പൊ ഇങ്ങനെ യാത്രയിലൊക്കെ എപ്പോഴും പാട്ട് തന്നെയായിരിക്കും അല്ലേ? പിന്നെ അതുണ്ട്, അതായത് ഒരു വീഡിയോ അതിനിടയ്ക്ക്, അത് പിന്നെ ഞങ്ങൾ വേറെ പുറത്തേക്ക് റിലീസ് ചെയ്തിട്ടില്ല, ഫേസ്ബുക്കിലൊക്കെ പലരും ഷെയർ ചെയ്തിരുന്നു. ഡ്രൈവ് ചെയ്യുമ്പോൾ, ഞാൻ ഡ്രൈവ് ചെയ്യുകയാണെങ്കിൽ അടുത്തിരിക്കുകയാണെങ്കിൽ മൂകാംബിക എവിടേക്ക് പോയിരുന്നു. ഞാൻ പാടും. ജഗദീഷ് ഡ്രൈവ് ചെയ്യണ ഇപ്പൊ സ്റ്റിയറിംഗിന്റെ മുകളിൽ താളം പിടിക്കും. പക്ഷെ അത് പിന്നെ നമ്മൾ എന്താ വെച്ചാ എന്തെങ്കിലും റോഡ് സേഫ്റ്റി ഇഷ്യൂസ് എന്നൊക്കെ പറഞ്ഞാൽ പലരും സ്റ്റാറ്റസ് ആക്കിയിരുന്നു വീഡിയോ, ഫേസ്ബുക്കിൽ ഷെയർ ചെയ്തത് സംശയമുണ്ട്. പക്ഷെ ഒന്നുമില്ല, അതായത് വേറെ കൈ വിട്ടിട്ടൊന്നുമല്ല, സേഫ് ആയിട്ട് തന്നെയാണ്. ഇങ്ങനെ നമ്മൾ താളം പിടിച്ചുകൊണ്ട് താളം പിടിക്കുന്നത് അത്രേ. പാട്ട് എപ്പോഴും ഉണ്ട് യാത്രയിലും, എന്തായാലും പാട്ട്. അങ്ങനെ നിങ്ങൾ ഒരുമിച്ചിരിക്കുന്ന സമയത്ത് കേൾക്കുന്ന പാട്ടുകൾ ഏത് ടൈപ്പ് ആയിരിക്കും? അങ്ങനെ ഉണ്ടോ? അത് ഡിപ്പെൻഡിങ് ഓൺ ദ മൂഡ്. എനിക്ക് അങ്ങനെ ചില സമയത്ത് ഇപ്പോൾ രാവിലെയൊക്കെ വെച്ചാൽ നമുക്ക് കുറച്ചും കൂടെ സൈലന്റ് ആയിട്ടുള്ള പാട്ട്, നേരെ മറിച്ച് നമ്മൾ കുറച്ചൊരു പാർട്ടി മോഡ്, ഞങ്ങൾ എല്ലാ ടൈപ്പ് പാട്ടും കേൾക്കും. അപ്പോൾ എല്ലാ ഡപ്പാകും കുത്തുപാട്ട് ഡിപ്പെൻസ്, അത് നമ്മുടെ മൂഡ് അനുസരിച്ചാണ് ഞങ്ങൾ കേൾക്കുക. നിങ്ങൾ തമ്മിൽ ഇടയ്ക്ക് വല്ല പ്രശ്നം വരുമോ? എനിക്ക് ഈ മൂഡ് പാട്ട് വേണം, എനിക്ക് ആ പാട്ട് വേണം, അങ്ങനത്തെ അത് വരാറുണ്ട് കേട്ടോ. ഒരു ചില സമയത്ത് എങ്ങനെയാ വെച്ചാൽ നമ്മൾ ഡ്രൈവ് ചെയ്തൊക്കെ പോകുമ്പോൾ, പ്രത്യേകിച്ച് രാത്രിയൊക്കെ ആണെങ്കിൽ നമുക്കൊക്കെ നമ്മുടെ ചൈൽഡ്ഹുഡ് ഇൻക്ലൈൻഡ് മെമ്മറീസ് ഉണ്ടാവില്ല, നമ്മൾ ചെറുപ്പത്തിൽ. അപ്പൊ എനിക്ക് എന്റേതായിട്ടുള്ള പാട്ടുകളെ കേൾക്കുന്നുണ്ടാവും, പണ്ട് കേട്ട് ഇഷ്ടപ്പെട്ടുള്ള ജഗദീഷിന്. അപ്പൊ നമ്മൾ ചാൻസ് എടുക്കും, എനിക്ക് ഇഷ്ടമുള്ളത് ഇത് വെച്ച് അടുത്തത് ആൾക്ക് ഇഷ്ടമുള്ളതാണ്. അങ്ങനെ ചെറിയ കാര്യങ്ങൾ എല്ലാവർക്കും ഉണ്ടാവുന്ന പോലെ തന്നെ, അത്രയൊക്കെ തന്നെ ഉള്ളൂ. ഇനി നിങ്ങൾ രണ്ടുപേരും കൂടിയുള്ള സോപാന സംഗീതം, ദമ്പതി സോപാന അല്ലെ, അത് നമ്മള് ഒരുപാട് പേര് നിങ്ങളെ അത് ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട്. നിങ്ങൾ രണ്ടുപേരും കൂടെ അത് ചെയ്യുന്ന, കാണാനും കേൾക്കാനും ഒക്കെ ഇഷ്ടമുള്ളവര്. അപ്പൊ അവർക്കായിട്ട് അല്ലെങ്കിൽ ഞങ്ങൾക്കായിട്ട് നിങ്ങളുടെ ദമ്പതി സോപാനം കേൾക്കാം അല്ലെ? കാടിടയും ജട നടുവിലൊരമ്പിളി തുങ്കതരംഗാവൃത ഗംഗ ചീറ്റും പാമ്പുകൾ ചുടലചാരവും കത്തും കണ്ണുകൾ മൂന്നെണ്ണം ചന്ദ്രദിവാകര പാവകനിങ്ങനെ ശങ്കര ശങ്കര ഭഗവാനേ കണ്ഠാരം കൃത ഉഗ്രഭയങ്കര നിരാഞ്ജിതമയ ശ്രീകണ്ഠം മന്ത്രം മധുരം സംഗീതാമൃത ചന്ദ്രിക പൊഴിയും ശ്രീമുഖവും കോടി സൂര്യ സമപ്രഭ വിരിയും അന്തക കണ്ഠക ശിവവദനം ദുഷ്ടമഹാസുര രക്തകപാല ആരാളങ്കൃത മാറിടവും ദുഷ്ടമഹാസുര രക്തകപാല ആരാളങ്കൃത മാറിടവും ദുഷ്ടമഹാസുര രക്തകപാല ആരാളങ്കൃത മാറിടവും പരമതിൽ വിലസിന ശൂലം ശാപം ഘടഘ മന്ത്രമഹാസുരിയും ദുഷ്ടമഹാസുര രക്തകപാല ആരാളങ്കൃത മാറിടവും പരമതിൽ വിലസിന ശൂലം ശാപം ഘടഘ മന്ത്രമഹാസുരിയും ഹര ഹര ശങ്കര ശിവ ശിവ ശങ്കര ഹര 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 ഭഗവാനേ ഹര ഹര ശങ്കര ശിവ ശിവ ശങ്കര ഹര 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 ഭഗവാനേ ഹര ഹര ശങ്കര ശിവ ശിവ ശങ്കര ഹര 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 ഭഗവാനേ ഹര 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 ഭഗവാനേ ഹര 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 ഭഗവാനേ. അപ്പൊ നമ്മള് ദമ്പതി സോപാനം എന്ന് പറയുമ്പോൾ നിങ്ങൾ രണ്ടുപേരും കൂടെ അത് ചെയ്യുന്ന കാണുമ്പോൾ തന്നെ ഒരു സന്തോഷമാണ്. അതൊരു ഒരു ഒരു ഭയങ്കര എന്താ പറയാ, ഒരു പ്രത്യേക മൂഡാണ്. സോപാന സംഗീതം കേൾക്കുന്നതും നിങ്ങൾ രണ്ടുപേരും കൂടെ ചെയ്യുന്നത് അതിനൊരു കുറച്ചും കൂടെ എന്താ പറയാ, ഒരു ഭംഗി കൂട്ടുന്നുണ്ട്. അപ്പൊ എന്തായാലും നിങ്ങളുടെ ഈ യാത്ര തുടരുകയാണ്. അപ്പൊ ഇങ്ങനെ വീഡിയോസ് ഒക്കെ ചെയ്യുന്ന സമയത്ത്
സാറാണല്ലോ, അപ്പൊ പഠിപ്പിക്കുന്ന സ്റ്റുഡൻസും കോളേജിൽ ഒരുപാട് പേർക്ക് അത് കണ്ടിട്ട് അഭിപ്രായം എങ്ങനെയാ, സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു മാഷാണോ അത്? അല്ലല്ല, ഒരിക്കലും അല്ല. അപ്പൊ അവരുടെ റിയാക്ഷൻ വൈബിനനുസരിച്ചാണ്. കോളേജിലെ വൈബാണല്ലോ സ്റ്റുഡൻസിന്റെ. അപ്പൊ ആ വൈബിന് വൈബിനൊപ്പം പറ്റിയ രീതിയിലല്ല നിൽക്കുന്ന ഈ സോപാന സംഗീതം ചിലവർക്ക് ഇഷ്ടാവും. പക്ഷെ എന്നാലും ഞാൻ പഠിപ്പിക്കുന്ന സമയത്ത് പിള്ളേരെ വൈബിന് നിൽക്കുന്ന ആളാണ്. പക്ഷെ ഈ കർണാടിക് കുറച്ച് ഒന്ന് ട്രഡീഷണൽ ആണല്ലോ. അപ്പൊ ആ ഒരു വൈബ് ഇഷ്ടപ്പെടുന്ന പിള്ളേർ എപ്പോഴും നല്ല പറയുന്നത്, സാറേ ഈ ആഴ്ച വന്നില്ലല്ലോ, അടുത്ത ആഴ്ച, അങ്ങനെയൊക്കെ ചോദിക്കലുണ്ട്. പിന്നെ ടീച്ചേഴ്സ് ഒപ്പം ഉള്ള സഹപ്രവർത്തകർ നല്ല സപ്പോർട്ടിങ് ആണ്. അപ്പൊ ഇവളെ ഇപ്പോൾ കോളേജിൽ വരുമ്പോഴൊക്കെ വളരെ സന്തോഷമാണ് കാണാനും. പാട്ട് പാടിപ്പിക്കലൊക്കെ ഉണ്ട്. അത് കണ്ടിന്യൂസ് ആയിട്ട് പോകുന്നുണ്ട്. ഞങ്ങളുടെ കുറെ പ്രോഗ്രാംസ് ഒക്കെ നടക്കുന്ന സമയത്ത് സ്ഥിരം പ്രയർ ചെല്ലുന്നത് ജഗദീഷ് സാർ വൈഫ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ചെയ്യിക്കുന്നുണ്ട്. അതുകൊണ്ട് പിള്ളേർക്ക് പിന്നെ അവരുടെ വൈബിലുള്ള പാട്ടുകൾ കൂടി പാടണം എന്നൊരു ആഗ്രഹം അവർ പറയുന്നുണ്ട്. അതിന് നോക്കണം. അതായത് ചിലർ അങ്ങനെയുള്ള ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടാവില്ല. ഇപ്പൊ നേരത്തെ ചായപ്പാട്ട് പാടിയ പോലെ അങ്ങനത്തെ പാട്ടൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട് കുട്ടികളെ. അപ്പൊ അവരൊക്കെ ചോദിക്കലുണ്ട് അങ്ങനത്തെ പാടിക്കൂടിയെന്നൊക്കെ. പാടാണോ ഇനി വരാൻ പഠിക്കാന്നൊക്കെ പറയലുണ്ട്. ഇപ്പൊ സാറിന്റെ ഗുരുക്കന്മാരെ പറ്റി നമ്മൾ നേരത്തെ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ശ്രീലക്ഷ്മിയുടെ ഗുരുക്കന്മാർ ആരൊക്കെയാണ്? ഞാൻ പാട്ട്, അതായത് വളരെ ചെറുതാവുമ്പോൾ പാട്ട് പഠിച്ചിട്ടുള്ളത്, ഇതിനോടുള്ള ഇഷ്ടം വന്നത് അഗൈൻ എൻ്റെ അമ്മയുടെ കസിൻ സിസ്റ്റേഴ്സ് 2 പേരുണ്ടായിരുന്നു. അവരെപ്പോഴും പാട്ടിങ്ങനെ പാടിക്കൊണ്ടിരിക്കുമായിരുന്നു ഞാൻ ചെറുതാവുമ്പോൾ. അങ്ങനെയാണ് ഇതിനോടൊരു താല്പര്യം വന്നത്. പിന്നെ ആദ്യ ഗുരു പറയുന്ന രേണുക സുബ്രഹ്മണ്യം എന്ന് പറഞ്ഞിട്ടൊരു ടീച്ചറാണ്. പിന്നെ അതിനുശേഷം PN പത്മനാഭൻ എന്ന് പറഞ്ഞ സാറിൻ്റെ അടുത്ത് പാട്ട് പഠിക്കാൻ തുടങ്ങി. പിന്നെ നമ്മൾ നാട്ടിലേക്ക്, ഞാൻ ബോംബെയിലായിരുന്നു ആദ്യം, ഇനീഷ്യൽ ഇയേഴ്സൊക്കെ ബോംബെയിലായിരുന്നു. ഷിഫ്റ്റ് ചെയ്തതിന് ശേഷം ആദ്യം പാട്ട് പഠിച്ചത് ശ്രീദേവി എന്ന് പറഞ്ഞ ടീച്ചറുടെ അടുത്താണ്. അതിനുശേഷം വെള്ളിനീഴി സുബ്രഹ്മണ്യൻ സാറിൻ്റെ അടുത്തും ഇപ്പോൾ പ്രണവ ശങ്കരനമ്പൂരി സാറിൻ്റെ അടുത്തും, ഇവർ 2 പേരുടെ അടുത്താണ് കറൻ്റ്ലി ഞാൻ പാട്ട് പഠിക്കുന്നത്. സോപാന സംഗീതം ഞങ്ങൾ 2 പേരും, ജഗദീഷ് ഇടയ്ക്ക, ഞാൻ പാട്ട് ഏലൂർ ബിജു സാറിൻ്റെ സ്റ്റുഡൻസ് ആണ് 2 പേരും. അപ്പൊ നിങ്ങളിങ്ങനെ നിങ്ങൾക്ക് കുറെ എയിം ഉണ്ടാവില്ല, അടുത്ത സ്റ്റേജിൽ നമ്മൾ ഇത് ചെയ്യണം, അത് കുറെ കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പൊ ഇനി അടുത്തൊരു സ്റ്റെപ്പ് എന്തെങ്കിലും പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ടോ? പാട്ട്, ഈ സോപാന സംഗീതം എന്തായാലും നമ്മൾ കൊണ്ടുപോകാൻ, ഒരുമിച്ച് പെർഫോം ചെയ്യാൻ ഇഷ്ടമായതുകൊണ്ട് കൊണ്ടുപോകണമെന്നുണ്ട്. പിന്നെ ഒരു എന്താ പറയുക, ഒരു ഡിസ്റ്റൻറ്റ് ഡ്രീമാണ്, കുറച്ചൊരു കോണ്ടംപററി ആയിട്ടൊരു, കാരണം എൻ്റെ അനിയൻ പാടും, എൻ്റെ വേറൊരു ബ്രദർ ഋതം വായിക്കും, ജഗദീഷ് ഋതം വായിക്കും, ജഗദീഷിൻ്റെ 2 ബ്രദേഴ്സ് പാടും. എപ്പോഴെങ്കിലും സാധിക്കുകയാണെങ്കിൽ നമുക്കൊരു ബാൻഡ് പോലെ ഫോം ചെയ്തിട്ട് കോണ്ടംപററി ആയിട്ട് ചെയ്യണം എന്നുള്ള, എല്ലാം നോട്ട് ജസ്റ്റ് ട്രഡീഷണലി, എല്ലാ തരത്തിലുള്ള പാട്ടിലേക്കും എത്തണം എന്നുള്ള ആഗ്രഹമുണ്ട്. പിന്നെ അഗൈൻ ആങ്കറിങ് അശ്വതി ചെയ്തോണ്ടിരിക്കുന്ന പരിപാടി അത് വിട്ടിട്ടില്ല, അതും ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ. പിന്നെ യാത്രകളിൽ ഇനി അടുത്ത ഡെസ്റ്റിനേഷൻ എവിടെയാണ്? പ്ലാൻ ചെയ്തിട്ടില്ല. ആസ് ഓഫ് നൗ ഞങ്ങളൊരു 3-4 കൺട്രീസ് കവർ ചെയ്തു. ഇനി അത് പ്ലാൻ ചെയ്തിട്ടില്ല എന്തെങ്കിലും എവിടെയാണ്. അപ്പൊ നിങ്ങളുടെ ഇങ്ങനെ ലൈഫിനെ കേൾക്കുന്ന സമയത്ത് നമുക്ക് ഒരുപാട് സന്തോഷം തോന്നുന്നുണ്ട്. നിങ്ങൾ ഒരുപാട് ഹാപ്പിയാണ്, നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളിൽ നിങ്ങൾ ഒരുപാട് സന്തോഷിക്കുന്നുണ്ട്. അങ്ങനെ സന്തോഷം തരുന്ന ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ട്. അപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന നമുക്കും അതൊക്കെ കേൾക്കുമ്പോൾ നമ്മളും അതുപോലെ നമുക്ക് സന്തോഷം തരുന്ന കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളൊരു ഇൻസ്പിറേഷൻ കിട്ടുന്നുണ്ട്. അപ്പൊ എന്തായാലും വളരെ ഇമ്പോർട്ടന്റ് ആണ്, ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. നമുക്ക് ഇഷ്ടമുള്ള കാര്യം പ്രൊഫഷൻ ആക്കുമ്പോഴാണ് നമുക്ക് അതിനൊരു സാറ്റിസ്ഫാക്ഷൻ കൂടുതൽ നമ്മുടെ പൊട്ടൻഷ്യൽ അവിടെ ഉപയോഗിക്കാൻ പറ്റും, നമ്മുടെ കഴിവ് കൂടുതൽ അവിടെ ഉപയോഗിക്കാൻ പറ്റും. മറ്റേത് ചിലത് സഹിച്ചുകൊണ്ട് ചെയ്യുന്ന ജോലികൾ ഉണ്ടാവാം. അപ്പൊ ഇനീഷ്യലി ഞാൻ അതിന്റെ ഇടയ്ക്ക് ഒരു കാര്യം, പ്രൊഫഷൻ സ്വിച്ച് ചെയ്ത സമയത്ത് ഇംഗ്ലീഷ് ടീച്ചറായിരുന്നു. ഇംഗ്ലീഷ് ടീച്ചിങ് മാറി മ്യൂസിക് ടീച്ചിങ്, ഓൺലൈൻ ടീച്ചിങ്, സ്വയം ഒരു സംരംഭമാണല്ലോ എങ്ങനെയാലും. അത് ആങ്കറിംഗ് എന്നൊക്കെ വന്നപ്പോൾ ഒരു ധീരസം പ്രകടിപ്പിച്ചു എന്നല്ല, ബട്ട് അഗൈൻ അത് എങ്ങനെയായിരിക്കും, അത് വേണോ അക്കാഡമിക്കലി പോലെ എന്നുള്ള സംശയങ്ങൾ ഉണ്ടായിരുന്നു. ബട്ട് അഗൈൻ വാട്ട് യു ലവ് എന്നുള്ളൊരു സംഭവം വന്നപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആണെന്ന് തോന്നുന്നു. അതെ. അപ്പൊ എന്തായാലും ഞങ്ങൾക്ക് ഇങ്ങനെ ഇനിയും ഇൻസ്പിറേഷൻ തരാനായിട്ട് ഒരുപാട് കാര്യങ്ങൾ, ഇനിയും സന്തോഷമുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് സാധിക്കട്ടെ. നിങ്ങൾ ചെയ്യുന്ന വീഡിയോസ് ആളുകൾ ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇനി ആ ഒരു ഡ്രീം ആയിട്ട് നമ്മളൊരു ബാൻഡിന്റെ കാര്യം പറഞ്ഞു, അതും ഞങ്ങൾ ആക്സെപ്റ്റ് ചെയ്യും. അപ്പൊ എന്തായാലും എല്ലാവിധ ആശംസകളും അറിയിക്കുകയാണ്. താങ്ക് യു സോ മച്ച്. നൈസ് ടോക്കിംഗ് ടു യു. താങ്ക് യു.